സ്വാഗത സംഘ ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി എത്തിയ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ 50-ാം വാർഷികം വളരെ വിപുലമായ തോതിൽ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. അടുത്ത മാസം ഏപ്രിൽ 19-ാം തീയതി സരോവരത്ത് വെച്ചിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇത് തന്നെ നമുക്കിത് ചെയ്യണമെന്നുണ്ട്. ആ പരിപാടിയിൽ അദ്ദേഹം നമ്മുടെ മുഖ്യാതിഥി കൂടിയാണ്, മുഖ്യമന്ത്രിയാണ്. തീർച്ചയായിട്ടും അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. നമുക്ക് ഈ 4 മണി സമയമായിട്ട് പോലും ഇത്രയും അംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഇവിടെ എത്തിച്ചാണ്. ഈ സ്വാഗത സംഘ ഓഫീസ് കലയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി പ്രവർത്തനം ആരംഭിക്കുകയാണ്. കലയുടെ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന സദസ്സിലുള്ള നിങ്ങളിൽ ഒട്ടുമിക്ക പേരെയും വ്യക്തിപരമായി അറിയുന്നതാണ്. പക്ഷേ വരുമ്പോൾ നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. കാരണം നിങ്ങൾക്കറിയാം, മാധ്യമ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഇവിടെ ക്രോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് സ്റ്റേജിലേക്ക് കയറുകയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പ്രത്യേക നമസ്കാരം. കല കോഴിക്കോട്ടെ കലാപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തി വരുന്ന ഒരു കലാ സാംസ്കാരിക സംഘടനയാണ്. ഒട്ടേറെ മറക്കാനാകാത്ത പരിപാടികൾ കലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് എല്ലാ കാലത്തും കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് വലിയ പ്രാധാന്യം നൽകി ഇടപെടുന്നൊരു നാടാണ്. കോഴിക്കോടിൻ്റെ മതസാഹോദര്യം, ആതിഥേയ മര്യാദ ലോകപ്രസിദ്ധമാണ്. അത് കോഴിക്കോട്ടേക്ക് വരുന്നവരെ സ്നേഹത്തോടെ സ്വീകരിക്കാനും ഈ പാരമ്പര്യമാണ് കല എന്ന സാംസ്കാരിക സംഘടന ഏറ്റെടുത്തിട്ടുള്ളത്. ഒട്ടേറെ മഹാരഥന്മാർ ഇതിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിച്ചവരാണ്. കോഴിക്കോടിൻ്റെ ഈ പ്രത്യേകതയെ, പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കല പോലുള്ള സംഘടനയ്ക്ക് വളരെ സുപ്രധാനമായി ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ്. അത് ഏറ്റെടുക്കാനും ജനങ്ങളെ, വ്യത്യസ്ത സംസ്കാരമുള്ള ഈ പട്ടണത്തിലെ ജനങ്ങളെ ആകെ ഒന്നിപ്പിക്കാൻ, ചരിത്രത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവരെയൊക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും സാധ്യമാകുന്ന പ്രവർത്തനങ്ങൾ കല ഇനിയും ഏറ്റെടുത്ത് നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.